ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഹെവി അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആപ്പിൾ പുറത്തിറക്കിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ്. ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഫാൻ ഇല്ല, മെറ്റാലിക് യൂണിബോഡി ഡിസൈൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏതാണ് ആ ലാപ്ടോപ്പ് എന്ന്? അതെ, അത് തന്നെ, പവർഫുള്ളായ M1 ചിപ്സെറ്റോട് കൂടിയ MacBook Air 2020. അപ്പോൾ ആ ലാപ്ടോപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഈ ലാപ്ടോപ്പിന് ഏകദേശം 1 ലക്ഷത്തിനോട് അടുപ്പിച്ച് പ്രൈസ് ഉണ്ട്. എന്നാൽ ഇതൊരു 10% ഡിസ്കൗണ്ടോട് കൂടി അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ എങ്ങനെ മേടിക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കാണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ അലക്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ആൻഡ് ട്രാവൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പാക്കേജിങ്. അതിൻ്റെ മുകളിലായിട്ട് മനോഹരമായിട്ട് നമ്മുടെ ലാപ്ടോപ്പിന്റെ പടം അവരത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇരു സൈഡിലായിട്ട് മാക്ബുക്ക് എയർ എന്ന് ബ്രാൻഡ് ചെയ്തിങ്ങനെ കാണാൻ സാധിക്കുന്നു. വശങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ലോഗോ, ആപ്പിളിന്റെ ലോഗോ 2 വശങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈഡും അവർ മാക്ബുക്ക് എയർ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി പുറകുവശത്തിലേക്ക് നോക്കുന്ന സമയത്ത് 8GB വേരിയന്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 256 GB SSD ആണ് ഇതിനകത്തുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ 13 ഇഞ്ചാണ് M1 ചിപ്സെറ്റ് ആണ്. ഇത് വളരെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ അവരോട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നേരെ നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം. വാ, ഒന്നും പറയാനില്ല, ശരിക്കും ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ എന്തായാലും എൻ്റെ ഫുൾ ടാപ്പിൽ പിടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. എന്തായാലും വളരെ പ്രീമിയം എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് പ്രീമിയം ആണ്. എന്തായാലും ശരിക്കും മനോഹരമാണ്. ഞാൻ എന്തായാലും ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നോക്കാം. നമുക്ക് ചാർജിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത് Type C to Type C USB-C ചാർജിങ് കേബിളാണ്. അടുത്തതായി ചെറിയൊരു ബോക്സിലായിട്ട് നമുക്ക് കുറച്ച് പേപ്പേഴ്സ്, ഡോക്യുമെന്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആപ്പിൾ ലോഗോ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ആപ്പിൾ സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. നമ്മുടെ ആപ്പിൾ സ്റ്റിക്കർ ഒളിച്ചിരിക്കുമായിരുന്നു. അത് വളരെ രസമാണ്. 2 ആപ്പിൾ സ്റ്റിക്കർ നമുക്ക് ഇതിനോട് നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാലും ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി എന്താണ് നമ്മുടെ പാക്കേജിങ്ങിൻ്റെ അകത്ത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ മാക്ബുക്കിന്റെ ചാർജിങ് ബ്രിക്കാണ്. അത് 30 വാൾട്ടിന്റെ USB പവർ ബ്രിക്കാണ് നമുക്ക് ഇതിന്റെ കൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും നമ്മുടെ പാക്കേജിലില്ല, ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. ഇനി നമ്മുടെ ഹീറോ ആയ മാക്ബുക്കിനെ ഇങ്ങോട്ട് എടുക്കാം. അതിന്റെ പുറത്തൊരു ചെറിയൊരു കോട്ടിംഗ് ഉണ്ട്. എന്തായാലും അത് ഞാനൊന്ന് പീൽ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്ബുക്ക് എയർ M1, അതായത് M1 ചിപ്സെറ്റോട് കൂടിയ മാക്ബുക്ക് എയർ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആപ്പിളിൻ്റെ ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് വലത് സൈഡിലായിട്ട് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ പോർട്ടുകളൊന്നുമില്ല, പക്കാ ക്ലീൻ ആണ്. പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് എയർ വെന്റുകളില്ല. പ്രീവിയസ് ജനറേഷനിൽ പുറകുവശത്ത് നമുക്ക് എയർ വെന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എയർ വെന്റുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 പോർട്ടുകൾ കാണാം. അതായത് തണ്ടർബോൾട്ട് 3 അതുപോലെ USB 4 പോർട്ടുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതുവഴി നമുക്ക് അപ് ടു 14 GB വരെയുള്ള സ്പീഡിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പുറകുവശം പക്കാ ക്ലീൻ ആണ്, സീൽഡ് ആണ്. അങ്ങനെ പക്ക ക്ലീൻ ആയിട്ടുള്ള കിടില ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇതിന് കുറച്ച് കോൺഫിഗറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനൊന്ന് പോയിട്ട് ഇതിനെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനപ്പോൾ എല്ലാ സെറ്റപ്പും ഒക്കെ പൂർത്തിയാക്കി നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് റെറ്റിനൽ ഡിസ്പ്ലേ ആണ്. IPS ടെക്നോളജിയോട് കൂടിയ 13.3 ഇഞ്ചിന്റെ LED ബാക്ക്ലൈറ്റ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 4000 nits ബ്രൈറ്റ്നസ് വിത്ത്
ട്രൂ ടോട്ട് ടെക്നോളജി ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺലൈറ്റിൽ ഏതൊരു വിധ ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്സനിക് ആൻഡ് മെർക്കുറി ഫ്രീ ഡിസ്പ്ലേ ഗ്ലാസ് ആണ് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ M1 ചിപ്പ് സെറ്റിനെയാണ്. 8 കോർ CPU ആണ് ഇതിനകത്ത് വരുന്നത്. അതിൽ 4 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോറും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ 16 കോർ ന്യൂറൽ എഞ്ചിനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മെമ്മറി നോക്കുകയാണെങ്കിൽ 8GB റാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അപ് ടു 16GB വരെ നമുക്ക് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 256GBയുടെ SSDയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് 512GB, 1TB, 2TB വരെയുള്ള സ്റ്റോറേജ് സ്പേസ് ഉള്ള ലാപ്ടോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നൽകിയിരിക്കുന്ന കീബോർഡ് എന്ന് പറയുന്നത് മാജിക് കീബോർഡാണ്, ബാക്ക് ലൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകാശം കുറവുള്ള സ്ഥലങ്ങളിൽ പോലും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ട്രാക്ക് പാഡിലും ഫോഴ്സ് ക്ലിക്കും അതുപോലെ പ്രഷർ സെൻസിറ്റിവിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ട്രാക്ക് പാഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ടച്ച് ID വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് 5.0 ബ്ലൂടൂത്ത് വെർഷനാണ് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ എന്ന് പറയുന്നത് 720p ഫേസ് ടൈമിംഗ് HD ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫേസ് ടൈം കോൾ ചെയ്യുന്നതിനും സൂം മീറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനും വളരെ പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ ക്യാമറ. നമ്മൾ ഏതൊരു ലാപ്ടോപ്പ് നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി ആയിരിക്കും അടുത്ത് നമ്മൾ നോക്കുന്നത്, ബാറ്ററിയും ബാറ്ററി ബാക്കപ്പും. എന്തായാലും ഇതിൽ അവർ നൽകിയിരിക്കുന്നത് 49.9 വാട്ട്സ് അവർ ലിഥിയം ബാറ്ററിയാണ് അവർ ഇതിന് നൽകിയിരിക്കുന്നത്. കൂടാതെ അപ് ടു 15 മണിക്കൂർ വയർലെസ് വെബ് ബ്രൗസിംഗ് നമുക്കിത് പ്രദാനം ചെയ്യുന്നു. അതുപോലെ നമുക്ക് കണ്ടന്റ് വായിച്ചിങ് ആണെങ്കിൽ 18 മണിക്കൂർ വരെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്ററി നമുക്ക് കൺസംപ്ഷൻ ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണിത്. അപ്പോൾ എനിക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കായി തോന്നിയത് കണക്റ്റിംഗ് പോർട്ടാണ്. ഒരു സാധാരണ ലാപ്ടോപ്പിലെ പോർട്ടുകൾ ഒന്നും തന്നെ ഇതിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് യൂസർക്ക് അഡീഷണൽ ഹബ് ഉപയോഗിക്കേണ്ടി വരും. എൻ്റെ ഒരു വ്യൂവിൽ നിങ്ങളൊരു സീരിയസ് യൂസർ ആണെങ്കിൽ, അത്യാവശ്യം ഹെവി പ്രോഗ്രാംസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ സാധാരണ കാര്യങ്ങൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. ഇതിനു മുമ്പുള്ള എല്ലാ മാക്ബുക്കുകളും ഇന്റൽ പ്രോസസ്സർ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആപ്പിളിന് അവരുടേതായ ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം വേണമെന്നുള്ള ചിന്ത ഉണ്ടായതും അങ്ങനെ രൂപം കൊണ്ടതായിരുന്നു നമ്മുടെ ഈ M1 ചിപ്സെറ്റ്. ഇത് വളരെയേറെ എഫിഷ്യൻസി ഉള്ള ഒരു ചിപ്സെറ്റാണ്. അതായത് ലാപ്ടോപ്പുകളുടെ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ചത്. കാരണം ഒരു പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഹീറ്റ് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ ഈ മാക്ബുക്കിൽ അങ്ങനെ ഒരു ഫാനിൻ്റെ ആവശ്യം ഇല്ല. അതാണ് അവരുടെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ലാപ്ടോപ്പ് വളരെയേറെ സൈലൻ്റാണ്. വളരെ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കിടിലം ലാപ്ടോപ്പ് തന്നെയാണ് MacBook M1 Air. എന്തായാലും ഇത് വളരെയേറെ ഫേമസ് ആയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി ഡിലേ ആയിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ കൂട്ടുകാർക്ക് 10% ഡിസ്കൗണ്ടിൽ ഈ പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ അവരുടെ സൈറ്റിൽ ലഭ്യമാണ്. ആ ഓഫർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് 10% ഡിസ്കൗണ്ടിൽ ഈ പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബൈങ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.